അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബൈർ വെട്ട്യാനിക്കലാണ് പെരുമ്പാവൂർ വളയം ചിറങ്ങരയിൽ ഐരാപുരത്ത് താമസിക്കുന്ന മണി എന്ന ചെറുപ്പക്കാരൻ മഞ്ഞപ്പിത്തം ബാധിക്കുകയും പിന്നീട് ഹെപ്പറ്റൈറ്റിസ് ബി ആയി മാറുകയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലുമാണ്. മണിക്കൂറുകൾക്കുള്ളിൽ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ ചികിത്സിച്ചുവെങ്കിലും അദ്ദേഹത്തിന് രോഗശമനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകൾക്കുമായി 35 ലക്ഷം രൂപയാണ് കണക്കാക്കപ്പെടുന്നത്. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന മണിക്കോ മണിയുടെ കുടുംബത്തിനോ ഇത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട എംപിയും MLAയും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു ജനകീയ കമ്മിറ്റി നിലവിൽ വന്നിരിക്കുകയാണ്. ഈ പുണ്യദിനത്തിൽ 1000 രാത്രിയേക്കാൾ ശ്രേഷ്ഠമായ മഹാരാത്രിയുമായി കടന്നു വരുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസമാണിന്ന്. നമ്മുടെ സൽപ്രവർത്തനങ്ങൾക്ക് പരിധികളില്ലാത്ത പ്രതിഫലമാണ് നാഥൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളുടെ ഹയാത്താക്കുന്നതിന് വേണ്ടി മസ്ജിദുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സദക്ക, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നുള്ളൊരു വിഹിതം മണി എന്ന ഈ ചെറുപ്പക്കാരന് നൽകണം. യാതൊരുവിധ മദ്യപാനമോ പുകവലിയോ മറ്റെന്തെങ്കിലും ഒരു ദുശീലമുണ്ടായിട്ടല്ല അദ്ദേഹത്തിന് കരൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്, മഞ്ഞപ്പിത്തം ബാധിച്ചാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇർഹമു മൻഫിൽ അർളി ഇർഹമുക്കും മൻഫിസ് സമാ, ഭൂമിയിൽ ഉള്ളവരോട് കരുണ കാണിക്കുവിൻ, വാനലോകത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന ആപ്തവാക്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹായമുണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ ഫോൺ നമ്പരും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പരും QR കോഡും അക്കൗണ്ട് നമ്പരും ഒക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുത്ത് സാമ്പത്തികമായി സഹായിക്കാനില്ലാത്തവർ ഇത് ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും റമദാന്റെ പുണ്യങ്ങൾ നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അല്ലാഹു നമ്മുടെ സൽപ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.